കാണാൻ വന്ന് തളർന്നു ഗൈസ്. എല്ലാരും കേട്ടല്ലോ. കാണുന്ന സാധനത്തിനാണ് എത്തിക്കാൻ അയ്യോ അപ്പോൾ ഗൈസ്, നമ്മള് പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെയാണ് വിന്നേഴ്സ് പാസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കാണാം, പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിയോന, ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി എന്നാണ്. എൻ്റെ പേര് കാതറിൻ, ഞാന് കാഞ്ഞിരപ്പള്ളി. എൻ്റെ പേര് സ്വീറ്റി ആൻഡ് തോമസ്, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എല്ലാവർക്കും ഡ്രീം ലൈഫ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേക്ക് ഡിജിറ്റൽ എപ്പിസോഡ് 1 ആണ്. ഇതിൻ്റെ വ്ളോഗ് ചെയ്യുന്നത് നമ്മൾ വിനറ്റ് പാസും ബാഫോർഡ് എഡ്ജുമാണ്. വിനറ്റ്സ് പാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ആ ഒരു പാസിംഗ് ത്രൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ വന്ന് തന്നെ കാണണം. സ്പീഡ് കമാൻ പേ ആൻഡ് പാക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് കോഡ് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. അവിടെ വന്ന് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാം. ഇതിൻ്റെ ഡ്രോൺ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് പോയി കറങ്ങി ഈ ഒരു വ്യൂ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് അവിടെ ആ പാർക്കിങ്ങിൽ ഇത് ചെയ്തിട്ട് നമുക്ക് മുകളിൽ വരെ പോയിട്ട് വരാം. ഇതിൽ നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ 6 പൗണ്ട് എങ്ങാണ്ടാണ് ഒരു ഫുൾ ഡേ പാർക്കിങ്ങിനുള്ളത്. നടക്കാനാണ് എല്ലാവർക്കും അറിയാം. നമുക്ക് പീരിയസ്റ്റിട്ട് വരുന്നു, നല്ലപോലെ നടക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ. അതിന് വേണ്ട സ്റ്റിക്സും കാര്യങ്ങളും വേണം. മുകളിലോട്ട് കയറുമ്പോൾ നടന്നു പോകുമ്പോൾ ഒന്ന് കൂടി പിടിച്ച് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പീരിയസ്റ്റിലെ പല പല സ്ഥലങ്ങളുണ്ട്. എല്ലാം ഒരൊറ്റ എപ്പിസോഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതും നമുക്ക് എല്ലാം ഒരു പ്രാവശ്യം പോയി കണ്ടു തീരത്തുമില്ല. ഓരോന്നോരോന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വിനറ്റ് പാസിൻ്റെ ഫസ്റ്റ് ഇതാണ് കാണിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നമുക്ക് ബാഫോർഡ് എഡ്ജ് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ പോയ കുറച്ച് സുന്ദരമായ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ പോസ്റ്റ് കോഡ് നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഏകദേശം 1 hour കാണിക്കുന്നുണ്ട്. 28 മൈൽസേ ഉള്ളൂ. പക്ഷേ അത് മോട്ടോർ വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഒരു 1 way ഒക്കെ ആയതുകൊണ്ട് ഇത്തിരി സ്പീഡ് റെഗുലേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി ഡിലേ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഷെഫീൽഡിൽ നിന്ന് ഒരു 30 minutes ഉള്ളൂ. പക്ഷേ 18 മൈലും ഉള്ളൂ. പക്ഷേ ബർമിംഗ്ഹാമിൽ നിന്ന് നമുക്ക് 2 hours ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കി നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യുന്നതിനപ്പുറം 6 pound ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വരിക. അങ്ങനെ ഞാൻ നേരത്തെ ഇട്ട് പോസ്റ്റ് കോഡിനുള്ള പാർക്കിംഗ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കുന്നുംപുറത്ത് കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ എടുത്ത് കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് മേലോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗിയേഴ്സായിട്ട് വന്നാൽ നമുക്ക് നടക്കാം. ഞങ്ങൾ ഇവിടം വരെ വന്നോട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇനി ബാംഫോർഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് നമുക്ക് ബാംഫോർഡ് അടിച്ച് കാണാം. പണ്ട് UK അപ്പൂപ്പന്മാര് പോയ വഴി കൂടെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇതുപോലൊരു മല ഞാൻ കയറിയത് മലയാറ്റൂര്. നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാമോ? എങ്ങനെയാണോ? ശബരിമല പോകുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്, മല കയറ്റ കഠിനം. അയ്യോ എന്റെ ഈശ്വര. ഇപ്പോൾ
അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് വിനറ്റ് പാസിൽ നിന്ന് ഞങ്ങൾ താഴോട്ടിറങ്ങുന്നതാണ്. അവിടെ നേരെ താഴോട്ടിറങ്ങി ചെല്ലുന്ന കാണുന്നതാണ് പാർക്കിങ്. ആ പാർക്കിങ്ങിൻ്റെ പോസ്റ്റ്കോഡാണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നത്. അപ്പോൾ വിനറ്റ് പാസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കയറ്റം കയറി ആ കുന്നമ്പുറത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. നല്ലൊരു വ്യൂ ആണ്. അതിപ്പോൾ വിൻ്ററിൽ വന്നാലും അടിപൊളിയായിരിക്കും, സമ്മറിൽ വന്നാലും നല്ലൊരു രസമായിട്ടുള്ളൊരു വ്യൂ ആണ്. പക്ഷേ വിൻ്ററിൽ വരുമ്പോൾ നമുക്കിങ്ങനെ വിൻ്ററിൻ്റെ ആ ഒരു ക്ലൈമറ്റ് കാരണം കയറാൻ പറ്റാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ കയറിയ പോലെ അത്രയും കയറിയാൽ മതിയെങ്കിൽ ഓക്കെ, വേഗം കയറി ഇറങ്ങാം. പക്ഷെ നല്ലപോലെ നടക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സജ്ജീകരണങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ബാംഫോർഡ് എഡ്ജിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ബാംഫോർഡ് എഡ്ജ് വരാൻ്റെ ഇതുപോലെ ഉള്ളൊരു വഴിയിൽ ഉള്ള പോസ്റ്റ് കോഡ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് ഒതുക്കി പാർക്ക് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സുഖമായിട്ട് ഇത്തിരി നടന്നങ്ങോട്ട് നിന്ന് പിന്നെ നമ്മൾ മലയിലോട്ട് നടന്ന് കയറാനുള്ളതാണ്. നല്ല ഗേറ്റൊക്കെയാണ്. അവിടെ നിങ്ങൾക്ക് ബാംഫോർഡ് എഡ്ജ് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ കാതറിനും ഇവർ 3 പേരും കൂടെ ചേർന്നൊരു ചെറിയൊരു റീൽസിനുള്ളൊരു പ്രാക്ടീസാണ് കാണുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എവിടാണ് ചേട്ടാ? ബാംഫോർഡ് എഡ്ജ്. ബാംഫോർഡ് എഡ്ജ്. ആക്ച്വലി ഇത് എന്താണ്, പീക്ക് ഡിസ്ട്രിക്റ്റിലെ വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. അത് കുറച്ച് എക്സൈറ്റഡ് ആണ്. ആക്ച്വലി നമ്മുടെ ഈ ബാംഫോർഡ് എഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം സീ ലെവലിൽ നിന്ന് 1381 ഫീറ്റ് ഹൈ ആണ്. സോ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലേഡി റിസർവോയറിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അതൊക്കെ കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം ഞാൻ മുകളിൽ ചെന്നിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചകൾ കാണാം. നമുക്ക് ഇതിൻ്റെ എഡ്ജിൻ്റെ മുകളിൽ നിന്നും ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. അല്ലല്ലോ, സോറി, ചിപ്പിയുടെ അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. പീക്ക് ഡിസ്ട്രിക്റ്റ് കാണാൻ വന്ന് തളർന്നു ഗൈസ്. എല്ലാവരും കേട്ടല്ലോ. എത്രയും പെട്ടെന്ന് എഡ്ജ് കാണാനുള്ള സന്തോഷത്തിൽ വലിഞ്ഞ് ഓടിക്കേറുന്നുണ്ട്. അങ്ങനെ നമ്മള് നടന്ന് നമ്മള് ആ കല്ലിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കാണ് ഗൈസ്. അതെ, അല്ല, കേരളത്തിൽ അത്രയും കല്ല് കിടന്നിട്ട് UK വന്നിട്ട് പീക്ക് ഡിസ്ട്രിക്റ്റ് തപ്പി കണ്ടുപിടിച്ച് ഈ കല്ലിന്റെ പുറത്ത് കയറാൻ വേണ്ടി ഇക്കണ്ട മരയെല്ലാം കയറിയ ഞങ്ങൾ. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ലേഡി പൂൾ റിസർവോയർ. അങ്ങോട്ട് നോക്കി, എന്ത് ഭംഗിയാ കാണാനല്ലേ. ഇത് ആക്ച്വലി ഒരു വൈ ഷേപ്ഡ് റിസർവോയർ ആണ്. അതിൻ്റെ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു റൗണ്ട് കളറിലൊരു സാധനം കാണാം, കണ്ടോ? ഈ വിൻ്റർ സീസണിലൊക്കെ വരുമ്പോഴത്തേനും ഈ വെള്ളം ഓവർഫ്ലോ ആകുമ്പോഴത്തേനും അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വെള്ളമൊക്കെ പോകും. നല്ല ഭംഗി. ഇപ്പോൾ ഇവിടെ സമ്മറാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തത്. ഇത് ഏകദേശം നിങ്ങൾക്കറിയാം, ഒരു 6300 ഏക്കറിന് മുകളിലാണ് ഈ സ്ഥലമുള്ളത്. എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. നമ്മൾ വന്നത് ആക്ച്വലി ഇത് വേർത്തായിരുന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം കാണാൻ. ക്യാമറയിൽ അത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇത് അങ്ങോട്ട് നോക്കൂ, ഇവിടെ രണ്ടുപേരും ഇരുന്ന് ചില്ല് ചെയ്യാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡ്രോൺ വീഡിയോസ് കാണാം. ഈ സ്റ്റോണിൻ്റെ മേളിൽ നിന്ന് കുറച്ച് പിക്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലത്ത് നടന്നു പോയി കഴിയുമ്പോഴാണ് മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചൊരു ലേഡി ബോയർ റിസർവോയറും ആ ഒരു വാട്ടർ സ്ട്രീമും ഒക്കെ കാണാൻ പറ്റുന്നത് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ നടക്കാൻ തയ്യാറായിട്ട് വന്ന് ഇതൊക്കെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്നതാണ്. പോസ്റ്റ് കോഡൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം, ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിനറ്റ് പാസിൽ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്താ പറയാ കറക്കം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അതെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി നേരെ പോവാ, ഫുഡ് അടിക്കുക, വീട്ടിൽ പോവാ. ഓക്കെ, സോ അപ്പൊ ബൈ ബൈ.